വെൽക്കം ടു എഞ്ചിനീയറിംഗ് PSC. ഒരു സ്പെഷ്യൽ വീഡിയോയുമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. ലെക്ചറിംഗ് പോളിടെക്നിക് ഇലക്ട്രോണിക്സിൻ്റെ ഫസ്റ്റ് റാങ്ക് ഹോൾഡറായ ഐസക് സാബു നമ്മോടൊപ്പം ഉണ്ട്. ഐസക്കിൻ്റെ ഈ 1ാം റാങ്ക് എങ്ങനെയാണ് നേടിയത്, ഇതിനു വേണ്ടുന്ന പ്രിപ്പറേഷൻസ് എന്തൊക്കെയാണ് ഐസക് ചെയ്തത്, ഈ കാര്യങ്ങൾ എല്ലാവർക്കും അറിയാൻ വളരെയധികം ആഗ്രഹമുണ്ടെന്ന് എനിക്കറിയാം. അപ്പോൾ ഈ കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഐസക്കുമായിട്ട് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. പ്രത്യേകിച്ച് ലെക്ചറിംഗ് പോളി എല്ലാ ബ്രാഞ്ചസിൻ്റെ എക്സാംസിനെയും വരാനിരിക്കുന്നതേ ഉള്ളൂ. അതുപോലെ തന്നെ അസിസ്റ്റൻറ്റ് പ്രൊഫസർ എക്സാംസും വരാൻ പോകുന്നുണ്ട്. PSC എക്സാം എഴുതുന്ന എല്ലാവർക്കും തന്നെ ഈ ഒരു സെക്ഷൻ വളരെ ഉപകാരപ്രദമാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഐസക്, അപ്പോൾ ആദ്യം തന്നെ ഐസക് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുക. ഐസക് ഇപ്പം എവിടെയാണ് പഠിച്ചത്, ഇപ്പോൾ എന്താണ് ചെയ്യുന്നത് എന്നൊക്കെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുക. ഇപ്പോൾ ഒന്ന്. എൻ്റെ പേര് ഐസക് സാബു. ഞാനിപ്പോൾ ബാംഗ്ലൂർ സിനോപ്സിസിൽ സർക്യൂട്ട് ഡിസൈൻ എഞ്ചിനീയർ ആയിട്ട് വർക്ക് ചെയ്യുന്നു. ഞാൻ BTech ചെയ്തത് ട്രിവാൻഡ്രം CETയിൽ നിന്നാണ്. അത് കഴിഞ്ഞ് ഞാനൊരു ഓൾമോസ്റ്റ് 2 years കോഗ്നിസന്റ് കൊച്ചിനിൽ വർക്ക് ചെയ്തു. അത് IT റിലേറ്റഡ് ഡൊമൈൻ ആയിരുന്നു. അതിനുശേഷം ഞാൻ മോഡൽ എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് VLSIയിൽ MTech എടുത്തു. അത് കഴിഞ്ഞാണ് ഞാനിവിടെ സിനോപ്സിസിൽ പ്ലേസ്ഡ് ആയത്. ഇപ്പോൾ ഒരു ഓൾമോസ്റ്റ് 1 year ആയിട്ട് ഇവിടെ വർക്ക് ചെയ്യുന്നു. ഇവിടെ അനലോഗ് സർക്യൂട്ട് ഡിസൈൻ ആണ് വർക്ക് ചെയ്യുന്ന ഡൊമൈൻ. അതുപോലെ തന്നെ ഐസക് ഏത് എക്സാമിന് വേണ്ടിയാണ് ആദ്യം പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്? എനിക്ക് തോന്നുന്നു ഐസക് നമ്മുടെ ഗേറ്റ് ആണ് ആദ്യം എഴുതുന്നതെന്ന് എനിക്ക് തോന്നുന്നു. നമ്മുടെ ഓഫ്ലൈൻ ബാച്ചിൽ നമ്മുടെ ഗേറ്റ് സ്റ്റുഡൻ്റ് ആണ് ഐസക്. അപ്പം എനിക്ക് തോന്നുന്നു PSCക്കാരിലും മുമ്പ് ഐസക് എഴുതുന്ന എക്സാം ഗേറ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നു, അല്ലേ? ഏത് എക്സാമിന് വേണ്ടിയാണ് ഐസക് ആദ്യമായിട്ട് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്? ഞാൻ കോഗ്നിസന്റിൽ വർക്ക് ചെയ്യുമ്പോഴാണ് ഈ ലെക്ചറിന് ഇലക്ട്രോണിക്സിന്റെ നോട്ടിഫിക്കേഷൻ വരുന്നത്. അപ്പം എനിക്ക് ടീച്ചിങ് പണ്ട് തൊട്ടേ വളരെ ഇൻട്രസ്റ്റ് ഉള്ള ഏരിയ ആയിരുന്നു. അപ്പം ഞാൻ ഈ നോട്ടിഫിക്കേഷൻ വന്ന സമയത്ത് ഞാൻ മാക്സിമം ഫുൾ എഫേർട്ടിൽ പ്രിപ്പയർ ചെയ്യാന്നുള്ള ഒരു ഡിസിഷനിൽ ഞാൻ അവിടെ നിന്ന് റിസൈൻ ചെയ്തു. അതിനുശേഷമാണ് ഞാൻ ട്രിവാൻഡ്രത്ത് വന്നിട്ടാണ് ഞാൻ എൻ്റെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തത്. അന്ന് ഇവിടെ എഞ്ചിനീയറിംഗ് PSCയിൽ അതിൻ്റെ കോച്ചിങ് കൊടുക്കുന്നുണ്ടായിരുന്നു, പോളിടെക്നിക് ലെക്ചറിൻ്റെ. അപ്പം ഞാൻ അത് ജോയിൻ ചെയ്തു. അപ്പം ഞാൻ BTech കഴിഞ്ഞിട്ട് ഓൾമോസ്റ്റ് ഒരു 2 year ആയിരുന്നു അപ്പോഴത്തേക്ക്. അപ്പോൾ എനിക്ക് ഇലക്ട്രോണിക്സിൻ്റെ ഒരു ബേസിക്സും എല്ലാം അന്നേരം കംപ്ലീറ്റ് ആയിട്ട് ടച്ച് വിട്ട് പോയായിരുന്നു. അപ്പം പിന്നെ ഞാൻ അതിന് മുന്നേയുള്ള ലെക്ചറിന് ഇലക്ട്രോണിക്സ്, വേറെ ലെക്ചറിന് ഇലക്ട്രിക്കലിൻ്റെ ഒക്കെ ക്വസ്റ്റ്യൻസ് നോക്കിയപ്പോൾ അതൊരു ചെറിയ ഗേറ്റ് ലെവലിലാണ് ക്വസ്റ്റ്യൻസ് എന്ന് എനിക്ക് തോന്നിയിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ ബേസിൽ ഞാൻ കുറച്ച് ബേസ് ബിൽഡ് ചെയ്യാനും ഒക്കെ ആയിട്ട് ഞാൻ അന്ന് അവിടെ ഓഫ്ലൈൻ ഗേറ്റ് കോച്ചിങ്ങും ഉണ്ടായിരുന്നു. അപ്പോൾ ഗേറ്റ് കോച്ചിങ്ങിനും കൂടെ ജോയിൻ ചെയ്തു. അപ്പോൾ രണ്ട് കോച്ചിങ് കൂടെ ഞാൻ ഒപ്പം പ്രിപ്പയർ പോയിരുന്നു. അപ്പോൾ ആ സമയത്ത് എനിക്ക് MTech എന്നുള്ള പ്ലാനൊന്നും ഇല്ലായിരുന്നു. ഈ PSCയുടെ പ്രിപ്പയർ ചെയ്തിട്ട് അതിൻ്റെ അതിന് എക്സാം എഴുതിയിട്ട് വേറെ എന്തെങ്കിലും നോക്കാമെന്നുള്ളൊരു പ്ലാനായിരുന്നു. അപ്പം ഇത് കോച്ചിങ് സ്റ്റാർട്ട് ചെയ്തു. പിന്നെ ഈ PSC എക്സാം വരാനായിട്ട് ഒരുപാട് ഡിലേ ആയി. അങ്ങനെ വന്നപ്പം ഗേറ്റ് എക്സാം അതിന് മുന്നേ നടന്നു. അങ്ങനെ ഗേറ്റ് എക്സാം കഴിഞ്ഞിട്ടാണ്, ഓൾമോസ്റ്റ് ഒരു 1 year കഴിഞ്ഞിട്ടാണ് ഞാൻ ആക്ച്വലി ഈ PSC എഴുതുന്നത്. ഈ ഗേറ്റിന്റെ കോച്ചിങ് ഈ PSC കോച്ചിങ്ങിന് ഒരുപാട് ഹെൽപ്പ് ചെയ്തിരുന്നു. കാരണം ഞാൻ നേരത്തെ പറഞ്ഞാൽ എനിക്ക് ഇതിന്റെ ബേസ് ഒക്കെ പോയതുകൊണ്ട് ആ ബേസ് ബിൽഡ് ചെയ്യാനും പിന്നെ സബ്ജക്ട് ഒന്നുകൂടെ ഡെപ്തിൽ പഠിക്കാൻ വേണ്ടിയും ഗേറ്റ് കോച്ചിങ് ഒരുപാട് ഹെൽപ്പ് ചെയ്തിരുന്നു. അപ്പൊ എന്ന് മുതലാണ് ഐസക് PSC പഠനം ആരംഭിക്കുന്നത്? എത്ര നാളാണ്? BTech കഴിഞ്ഞതിന് ശേഷമാണോ, അതോ BTechന്റെ ഒരു ടൈമിൽ തന്നെ PSCക്ക് വേണ്ടിയുള്ള പഠനങ്ങൾ ആരംഭിച്ചിരുന്നോ? എന്ന് മുതലാണ് PSCക്ക് വേണ്ടിയുള്ള പഠനം തുടങ്ങുന്നത്? BTechന്റെ ടൈമിലൊന്നും ഞാൻ PSCക്ക് വേണ്ടിയൊന്നും അങ്ങനെ പ്രിപ്പയർ ചെയ്തിട്ടില്ല. ഞാൻ പറഞ്ഞില്ല, ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇതിന്റെ നോട്ടിഫിക്കേഷൻ വരുന്നത്. അപ്പോൾ ആ നോട്ടിഫിക്കേഷൻ വന്ന ടൈം തൊട്ടാണ് ഞാൻ എൻ്റെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ PSC എക്സാം നമുക്കറിയുന്ന പോലെ ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ട് പിന്നെ എക്സാം ആവാൻ കുറച്ച് ടൈം എടുക്കും. ഇപ്പം ഞങ്ങളുടെ കേസിൽ അത് ഓൾമോസ്റ്റ് 2 years ഒക്കെ എടുത്തിരുന്നു. അപ്പം ഞാൻ ആ നോട്ടിഫിക്കേഷൻ വന്ന സമയം തൊട്ട് അന്ന് തൊട്ട് എൻ്റെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തു. ഓൾമോസ്റ്റ് ഞാനൊരു 6-7 months ഇതിനു വേണ്ടി ഫുൾ എഫേർട്ടിൽ പ്രിപ്പയർ ചെയ്തിരുന്നു. പിന്നെ എക്സാമിന്റെ കാര്യം കുറച്ച് അൺസർട്ടൺ ആയപ്പോൾ പിന്നെ പ്രിപ്പറേഷനൊക്കെ കുറച്ച് താഴോട്ട് പോയി. പിന്നെ ഞാൻ ശരിക്കും വീണ്ടും പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങുന്നത് ഈ എക്സാമിന്റെ കൺഫർമേഷൻ വരുന്നതാണ് ഡേറ്റിലാണ്. അപ്പോൾ അത് കഴിഞ്ഞ് ഈ കൺഫർമേഷൻ വന്ന് പിന്നെ ഒരു 2.5 months പിന്നെയും കിട്ടും നമുക്ക് എക്സാമിൻ ഡേറ്റിലോട്ട്. അപ്പോൾ ആ സമയത്താണ് പിന്നെ ഞാൻ പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഒരു ഓൾമോസ്റ്റ് ഒരു 1 year ഞാൻ ഇതിനു വേണ്ടി പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഐസക്കിന്റെ പ്രിപ്പറേഷന്റെ ടൈമിംഗ് ഒക്കെ എങ്ങനെയായിരുന്നു? അതുപോലെ തന്നെ വെയിറ്റേജ് നോക്കി പഠിക്കുമായിരുന്നോ ചെയ്തത്, അതോ കംപ്ലീറ്റ് ആയിട്ട് സബ്ജക്റ്റ് ഫുള്ള് പഠിക്കണമെന്നുള്ള ഇതിലായിരുന്നു? കാര്യം മിക്കവരും ചെയ്യുന്ന ഒരു രീതിയാണ് വെയിറ്റേജ് അനുസരിച്ച്, സിലബസിൽ നമുക്ക് ഇത്ര വെയിറ്റേജ് എന്നുണ്ടല്ലോ, അപ്പോൾ അതനുസരിച്ചാണോ പഠിച്ചത്, അതോ കംപ്ലീറ്റ് ആയിട്ട് സബ്ജക്റ്റ് മുഴുവനായിട്ട് പഠിച്ചതിന് ശേഷമാണോ? ഇങ്ങനെ എന്ത് സ്ട്രാറ്റജി ആയിരുന്നു ഐസക് ഫോളോ ചെയ്തത്? ഞാൻ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് സിലബസ് ഫുള്ള് കവർ ചെയ്യണം എന്നുള്ള ഒരു പ്ലാനിൽ തന്നെയാണ് തുടങ്ങിയത്. അപ്പം ഈ ലെക്ചറിന് ഇലക്ട്രോണിക്സിന്റെ സിലബസിന്റെ വെയിറ്റേജ് വരുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ, ഞാൻ സിലബസ് നോക്കിയപ്പോൾ അതിലൊരു 60% ഇലക്ട്രോണിക്സും ബാക്കി 40% ബേസിക് ആയിട്ടുള്ള സിവിൽ, മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, മാത്സ് ഒക്കെയാണ്. അപ്പോൾ ഞാനിത് ഫുൾ കവർ ചെയ്യണം എന്നുള്ളൊരു പ്ലാനിൽ തന്നെയാണ് പ്രിപ്പറേഷൻ മുന്നോട്ട് പോയത്. അത് ഓൾമോസ്റ്റ് സിലബസ് ഏകദേശം ഞാൻ കവർ ചെയ്തിരുന്നു എക്സാം ആയ സമയത്തേക്ക്.
കുറച്ച് ഇമ്പോർട്ടൻ്റ് അല്ലെന്ന് എനിക്ക് തോന്നിയ ടോപ്പിക്സ് ഒക്കെ ഞാൻ സ്കിപ്പ് ചെയ്തിരുന്നു ചില ഏരിയയിലൊക്കെ. അതൊഴിച്ചാൽ ബാക്കി ഞാൻ സിലബസ് ഓൾമോസ്റ്റ് കവർ ചെയ്തിട്ട് തന്നെയാണ് എക്സാമിന് പോയത്. അതുപോലെ തന്നെ ഇതിനു വേണ്ടി എന്തെങ്കിലും മെറ്റീരിയൽസ് ഒക്കെ റെഫർ ചെയ്തിരുന്നു? അതിൻ്റെ ഫോളോ അപ്പും കാര്യങ്ങളും എങ്ങനെയായിരുന്നു? നോട്ട്സ് ഒക്കെ തന്നെ പ്രിപ്പയർ ചെയ്താണോ പഠിച്ചത്, അതോ നമ്മുടെ റെക്കോർഡ് സെക്ഷൻ ആയിരുന്നു മെയിനായിട്ട് ആ ഒരു ടൈമിൽ ഉണ്ടായിരുന്നത്? അപ്പം സ്വന്തമായിട്ട് നോട്ട്സ് പ്രിപ്പയർ ചെയ്താണോ അതോ ഷോർട്ട് നോട്ട്സ് ആണോ എഴുതിയിരുന്നത്? എന്തൊക്കെ മെറ്റീരിയൽസ് ആണ് ആ ഒരു PSC ഈ ഒരു ഫസ്റ്റ് റാങ്കിലേക്ക് വേണ്ടി ഐസക് ചെയ്തിരുന്നത്? ഞാൻ പ്രിപ്പറേഷൻ തുടങ്ങിയ സമയത്ത് പഠിക്കുന്ന കാര്യങ്ങൾ അപ്പം നോട്ട്സ് ക്രിയേറ്റ് ചെയ്ത് തന്നെയാണ് മുന്നോട്ട് പോയിരുന്നത്. അപ്പം ഞാനിവിടെ നമ്മുടെ കോച്ചിങ് കഴിയുമ്പോൾ അതിൻ്റെ നോട്ട്സും പിന്നെ ഞാൻ ബുക്സ് റെഫർ ചെയ്ത് ചെയ്യുന്ന നോട്ട്സും. അപ്പം ഞാൻ അന്ന് ട്രിവാൻഡ്രത്തെ യൂണിവേഴ്സിറ്റി ലൈബ്രറിയിലായിരുന്നു ഞാൻ ബുക്സ് എടുത്തുകൊണ്ടിരുന്നത്. അപ്പം ഞാൻ അവിടെ നിന്നുള്ള ബുക്സും വെച്ചിട്ടാണ് ഞാൻ ഇത് റെഫർ ചെയ്ത് ഇത് രണ്ടും ക്ലാസ്സും പിന്നെ ഈ റെഫർ ചെയ്യുന്നതും വെച്ചിട്ട് ഞാൻ സ്വന്തമായിട്ട് നോട്ട്സ് പ്രിപ്പയർ ചെയ്യുമായിരുന്നു. ഞാൻ ഓരോ ടോപ്പിക്സ് കഴിയുമ്പോഴും അതിൻ്റെ നോട്ട്സ് പ്രിപ്പയർ ചെയ്താണ് പോയിരുന്നത്. പിന്നീട് അതെനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് വന്നു. അതായത് എക്സാം പ്രിപ്പറേഷൻ ഞാൻ പറഞ്ഞില്ല, ഒരു 7 months കഴിഞ്ഞ് പിന്നെ എക്സാമിൻ്റെ ഡേറ്റിൽ ഒരു കൺഫർമേഷൻ വരാതായപ്പോൾ ഞാൻ എൻ്റെ പ്രിപ്പറേഷൻ കുറച്ച് നിർത്തിയായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നീട് അപ്പം ഞാൻ അന്നേരത്തേക്ക് ഓൾമോസ്റ്റ് സിലബസിലുള്ള ഏകദേശം ടോപ്പിക്സിൻ്റെ ഒക്കെ ഒരു നോട്ട്സ് ഒക്കെ ഞാൻ പ്രിപ്പയർ ചെയ്ത് വെച്ചിരുന്നു. അപ്പം പിന്നെ ഒരു 1 year കഴിഞ്ഞിട്ടാണ് എക്സാമിൻ്റെ ഡേറ്റ് നോട്ടിഫിക്കേഷൻ വരുന്നത്. അപ്പോൾ പിന്നെ ആ ഒരു 2-2.5 മാസം കൊണ്ട് എനിക്ക് ഒന്നും ഫ്രഷ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യേണ്ടി വന്നില്ല. ഓൾറെഡി എൻ്റെ കയ്യിൽ ഞാൻ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുള്ള നോട്ട്സ് എല്ലാം ഉണ്ടായിരുന്നുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് എനിക്ക് പെട്ടെന്ന് ബ്രഷപ്പ് ചെയ്യാനും കുറച്ചുകൂടി നന്നായിട്ട് അന്ന് പ്രിപ്പയർ ചെയ്യാനും പറ്റി. അപ്പം അതെന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിരുന്നു. അതുപോലെ തന്നെ ഡെയിലി PSCക്ക് വേണ്ടി ഇത്ര ടൈം പഠിക്കും അങ്ങനെ എന്തെങ്കിലും ഒരു സിസ്റ്റമായിട്ട് അത് കണ്ടിന്യൂസ് ആയിട്ട് ഫോളോ ചെയ്യാൻ എന്തെങ്കിലും പറ്റിയായിരുന്നു? കാരണം എല്ലാവരും വർക്കിംഗ് ആയിട്ടുള്ളവരാണ്. അപ്പോൾ എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടാണ് ടൈമിൻ്റെ ഇത്. പിന്നെ കൺഫർമേഷൻ്റെ ടൈമിലൊക്കെ ആയിരിക്കും കൂടുതലും നമ്മൾ ആ ഒരു ഇതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഐസക് എങ്ങനെയായിരുന്നു പഠിച്ചത്? അതോ നേരത്തെ പ്ലാൻഡ് ആയിട്ട് ഡെയിലി ഇത്ര മണിക്കൂർ വീതം ഞാൻ PSCക്ക് വേണ്ടി പഠിക്കാൻ മാറ്റുന്നു അങ്ങനെ എന്തെങ്കിലും രീതി ഫോളോ ചെയ്തിരുന്നു? ഞാൻ നോട്ടിഫിക്കേഷൻ വന്ന ഡേറ്റ് തൊട്ട് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തിരുന്നു. അപ്പോൾ അതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം നമുക്ക് PSCയിൽ എങ്ങനെയായാലും നോട്ടിഫിക്കേഷൻ വന്ന് പിന്നെ എക്സാമിൻ്റെ ടൈമിലോട്ട് ഒരു നല്ല ഗ്യാപ്പ് വരും. അപ്പോൾ അപ്പോഴേ നമ്മൾ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എക്സാമിൻ്റെ ഡേറ്റ് ആകുമ്പോഴേക്കും നമുക്ക് ഓൾമോസ്റ്റ് ഒന്ന് കവർ ചെയ്ത് വെക്കാൻ പറ്റും. നമ്മൾ ഈ കൺഫർമേഷൻ്റെ ഡേറ്റ് വരെ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു ജസ്റ്റ് 2 months കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ജസ്റ്റ് സബ്ജക്ട്സ് എല്ലാം ഒന്ന് ഓടിച്ച് പോകാനുള്ള ടൈമേ കിട്ടുള്ളൂ. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് നോട്ടിഫിക്കേഷൻ വരുന്ന സമയം തൊട്ടേ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. പിന്നെ ഇവിടുത്തെ കോച്ചിങ്ങും എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിരുന്നു. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് ഫ്രം 0 ആണ് സ്റ്റാർട്ട് ചെയ്യേണ്ടി വന്നിരുന്നത്. കാരണം എനിക്ക് ഇതിന് സബ്ജക്റ്റ് ആയിട്ടുള്ള ടച്ചൊക്കെ ഒരുപാട് പോയിരുന്നു. അപ്പം ഇവിടുത്തെ കോച്ചിങ് ഒരുപാട് എന്നെ ഹെൽപ്പ് ചെയ്തിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ സബ്ജക്ട്സ് എല്ലാം ബേസിൽ നിന്ന് തുടങ്ങിയാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ അങ്ങനെ തുടങ്ങണം എന്നുള്ളവർക്ക് കുറച്ച് മുന്നേ സ്റ്റാർട്ട് ചെയ്യണം, അല്ലെങ്കിൽ നമുക്ക് അത്രയും പ്രിപ്പയർ ചെയ്യാനുള്ള ഒരു സമയം കിട്ടില്ല. അപ്പം പിന്നെ വർക്ക് ചെയ്യുന്നവരായാലും അവർക്ക് ഡെയിലി ഒരു ഇത്ര സമയം മാറ്റി വെക്കാമെങ്കിൽ, കാരണം ഇപ്പോൾ മിക്കവാറും എക്സാംസ് ഒക്കെ ഒരു നോട്ടിഫിക്കേഷൻ വന്ന് പിന്നെ എക്സാമിലോട്ട് നമുക്കൊരു 1 year ഗ്യാപ്പ് ഒക്കെ ഒരു 1 year ടൈം ഗ്യാപ്പ് ഒക്കെ എന്തായാലും കിട്ടും. അപ്പം നമ്മൾ ആ എക്സാം നോട്ടിഫിക്കേഷൻ തൊട്ട് ഇത്ര ടൈം ഡെയിലി മാറ്റി വെച്ച് നമ്മൾ പഠിക്കുകയാണെങ്കിൽ നമുക്ക് അതിനുള്ള നല്ലൊരു റിസൾട്ട് കിട്ടുന്നതാണ്. പിന്നെ നമ്മൾ പഠിക്കുന്ന സമയത്ത് അതൊരു കൺസിസ്റ്റന്റ് ആയിട്ട് പോവുകയാണെങ്കിൽ അത് ഏറ്റവും നല്ലത്. കാരണം നമ്മൾ കുറച്ച് നാൾ 1 മാസം പഠിച്ച് പിന്നെ 1 മാസം ബ്രേക്ക് അങ്ങനെ എടുക്കാതെ നല്ലത്. എന്നും ഒരു ഇത്ര സമയം പഠിച്ച് കൺസിസ്റ്റന്റ് ആയിട്ട് പോവുകയാണെങ്കിൽ നമുക്ക് ആ സബ്ജക്ട്സുമായിട്ടുള്ള ടച്ചും പോവില്ല. നമ്മുടെ ആ ഒരു കണ്ടിന്യൂസ് ഫേസിൽ നമ്മളങ്ങ് പൊക്കോളും. അപ്പം അങ്ങനെ പോകുന്നതായിരിക്കും ഏറ്റവും നല്ലത്. പിന്നെ നമുക്ക് കിട്ടാവുന്ന റിസോഴ്സസ് എല്ലാം മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് നമുക്ക് അവൈലബിൾ ആയിട്ട് ടൈമിൽ അതും മാക്സിമം യൂസ് ചെയ്ത് പഠിക്കുക. നല്ലൊരു റിസൾട്ട് എല്ലാവർക്കും കിട്ടും. ഇപ്പം മെയിനായിട്ട് നമുക്കറിയാം എല്ലാ ബ്രാഞ്ചസിലും അത്യാവശ്യം നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് ഇപ്പം വരുന്നുണ്ട്. അപ്പം പ്രത്യേകിച്ച് നമ്മുടെ അസിസ്റ്റൻ്റ് പ്രൊഫസർ, ലെക്ചറർ, പോളിടെക്നിക് ഈ പോസ്റ്റുകളിലേക്കെല്ലാം വളരെയധികം ആൾക്കാർ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നതാണ്. കാരണം ഇനിയിപ്പോൾ ഒരു 7-8 വർഷത്തിന് ശേഷം നമുക്ക് ഈ ഓപ്പർച്യൂണിറ്റീസ് കിട്ടത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും നല്ലതുപോലെ ഇതിനു വേണ്ടിയുള്ള പ്രിപ്പറേഷൻ ചെയ്ത് ഈ അവസരങ്ങളെല്ലാം വിനിയോഗിക്കാനായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ ഐസക്കിൻ്റെ നമുക്കറിയാം പ്രിപ്പറേഷൻ്റെ സ്ട്രാറ്റജി, പ്രത്യേകിച്ച് ഈ 1ാം റാങ്ക് എത്തുക എന്ന് പറയുന്ന ഒരു ചെറിയ കാര്യമല്ല. ആയിരക്കണക്കിന് കുട്ടികളാണ് നമ്മുടെ PSC എക്സാം എഴുതുന്നത്. അതിൽ നിന്ന് 1ാമതാകുക എന്നുള്ളത് ഒരു വലിയ കാര്യം തന്നെയാണ്. അപ്പോൾ അത് നേടിയെടുത്ത ഐസക്കിന് അതുപോലെ തന്നെ നിങ്ങളെല്ലാവരും ഈ ഒരു വിജയം കൈവരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അതുപോലെ തന്നെ ഇത്രയും നേരം നമ്മളോട് ആയിരുന്ന ഈ പ്രിപ്പറേഷൻ്റെ സ്ട്രാറ്റജി നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്ത ഐസക്കിന് ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ അഭിനന്ദനങ്ങൾ അറിയിച്ചു കൊള്ളുന്നു. ഓക്കെ, താങ്ക് യു.